ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ ഗ്രാമറുകളാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അതായത് നമ്മളെ ഹാവാസിൻ്റെ പാസ്റ്റ്. നമ്മൾ ഹാവാസ് ആണല്ലോ അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ ഹാവ് ഹാസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താണ്? ഹാഡ് എന്നാണ്. ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ്. ഹാവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാനും നമുക്കൊരു വസ്തു മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാനുമാണ് നമ്മൾ ഹാഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ? ഇതൊരു വസ്തു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഐ ഹാഡ് ബോട്ട് എ ഫോൺ 2 days ago. ഐ ഹാഡ് bought a phone 2 days ago. I had bought a car 2 days ago. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യം, ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞു പോയത് പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. I had gone to the hospital yesterday. I had gone to the hospital yesterday. ഇവിടെയും ഹാവാസിനെ പോലെ തന്നെ ഹാഡ് കഴിഞ്ഞാൽ പിന്നെ വെർബ് V3 ഫോം ആണ്. I had gone to the hospital yesterday. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ വേറെ പഠിച്ച ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നല്ല ഞാനിവിടെ പറഞ്ഞത്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഐ ഹാഡ് ഗോൺ ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കുക. വാസ് പറയുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്, ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇന്നലെ 2 മണിക്ക് ശേഷം അവൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ 2 മണിക്ക് ശേഷം അവൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എങ്ങനെ പറയാ? സബ്ജക്റ്റ് അവളാണെന്ന് വെച്ചിട്ട് മാറ്റമുണ്ടോ? ഇല്ല. She had a meeting after 2 o'clock yesterday. She had a meeting. അവൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. After 2 o'clock, 2 മണിക്ക് ശേഷം. Yesterday, ഇന്നലെ. She had a meeting after 2 o'clock yesterday. അവൾക്ക് ഇന്നലെ 2 മണിക്ക് ശേഷം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. എനിക്കൊരു പ്രാവ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും, മൃഗങ്ങളെ വളർത്തുന്നവരുണ്ടാവും, കോഴിയെ വളർത്തുന്നവരുണ്ടാവും അല്ലേ. എനിക്കൊരു വസ്തു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ടായിരുന്നു എന്നാണ്. എങ്ങനെ പറയാ? ഐ ഹാഡ് എ കിച്ചൺ. പൂച്ചക്കുട്ടി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കിച്ചൺ എന്നാണ് പറയേണ്ടത്. ഐ ഹാഡ് എ കിച്ചൺ. എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് 2 വർഷം മുമ്പ് ടൗണിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് 2 വർഷം മുമ്പ് ടൗണിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവസാനം ക്വസ്റ്റ്യൻ തരും കേട്ടോ. അതായത് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവസാനം ക്വസ്റ്റ്യൻ തരും. എന്നാലേ നിങ്ങൾ വാസും വേറും പഠിച്ചിരുന്നോ എന്ന് മനസ്സിലാവുള്ളൂ. വാസും വേറും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. എനിക്ക് 2 വർഷം മുമ്പ് ടൗണിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഐ ഹാഡ് എ ഫ്ലാറ്റ് ഇൻ ദ ടൗൺ 2 years ago. എനിക്ക് 2 വർഷം മുമ്പ് ടൗണിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കുറച്ചു മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചു മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഐ ഹാഡ് ഗോൺ ടു ദ ഗൾഫ് സം ടൈം എഗോ. ഐ ഹാഡ് ഗോൺ ടു ദ ഗൾഫ് സം ടൈം എഗോ. ഞാൻ കുറച്ചു മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു വസ്തു നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഹാഡ് യൂസ് ചെയ്യേണ്ടത്. അവൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അവൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഇതൊരു പ്രവൃത്തിയാണോ? അല്ല. ഇതൊരു വസ്തുവാണോ? അല്ല. അവൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഷി ഡേഷ് ഹിയർ ഇൻ ദ മോർണിംഗ്. ഷി ഡേഷ്
ഹിയർ ഇൻ ദ മോർണിംഗ്. ഇവിടെ ഹാഡ് ആണോ വരേണ്ടത്, വാസ് ആണോ വരേണ്ടത്? ഇത് സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും സിംഗുലർ ആണല്ലോ. അപ്പം പാസ്റ്റില് സിംഗുലറിന്റെ പ്രശ്നമില്ല, പക്ഷെ വാസും വേറിലും സിംഗുലറിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ ഷീ ആയതുകൊണ്ട് ഏതായിരിക്കും? ഷീ ഡേഷ് ഹിയർ ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വാസും വേറും പഠിച്ചവർക്കാണെങ്കിൽ ഇത് സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഞാൻ 3 ഓപ്ഷൻസ് തരാം. ഹാഡ്, വാസ്, വേർ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഹാഡും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൂവും ഡെസും ഡിഡുമാണ് പ്രധാനമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഓക്സിലറി നമ്മൾ പഠിച്ചു വരും വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.